ഉണ്ണികൃഷ്ണന്റെ മോഹനരൂപം ഉള്ളിൽ കാണണം എപ്പോഴും. ഉള്ളിൻ്റെ ഉള്ളിൽ വാഴും കണ്ണന്റെ സുന്ദര സ്വരം കേൾക്കണം. ഉണ്ണികൃഷ്ണന്റെ മോഹനരൂപം ഉള്ളിൽ കാണണം എപ്പോഴും. ഉള്ളിൻ്റെ ഉള്ളിൽ വാഴും കണ്ണന്റെ സുന്ദര സ്വരം കേൾക്കണം. ഉണ്ണികൃഷ്ണന്റെ മോഹനരൂപം ഉള്ളിൽ കാണണം എപ്പോഴും. അപ്പോൾ ഈ ഉപ്പും എണ്ണയും ഞാനിങ്ങനെ അടുത്താണ് വെച്ചുകൊണ്ടിരുന്നത്. യൂട്യൂബിൽ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് അടുത്ത് വെക്കരുതെന്ന്. അപ്പം ഞാനത് മാറ്റി വെച്ചു. അകത്തി വെക്കണമെന്ന് പറയുന്നു, അടുത്ത് വെക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ ഏതാ ശരിയെന്ന് ആകെ കൺഫ്യൂഷൻ. എന്തായാലും നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം, അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാം ഞാൻ അടുക്കളയെല്ലാം വൃത്തിയാക്കി തുടച്ചെല്ലാം എടുത്തു. അത്യാവശ്യ സാധനം മാത്രം പുറത്ത് വെച്ച് ബാക്കിയെല്ലാം കബോർഡിൻ്റെ അകത്ത് ആക്കി. അടുക്കളയിലൊരു ചെറിയ ഫ്രിഡ്ജ്, ഇത് അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണിത്. വലുതൊരെണ്ണം ഡൈനിങ് ഹാളിൽ വെച്ചിട്ടുണ്ട്. അപ്പം അത് പെട്ടെന്ന് എടുക്കാനുള്ളത് ചെറുതിൻ്റെ അകത്ത്. അങ്ങനെ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി വിഷുവിന് മുമ്പ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ.